വഖാലൽ ഇൻസാനു മാലഹ, ഈ ഭൂമിക്ക് ഇന്നെന്താണ് പറ്റിയത് എന്ന് ആളുകൾ ആശ്ചര്യപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ഒരിക്കലും തന്നെ സങ്കല്പിച്ചിരുന്നില്ല ഭൂമി എന്നെങ്കിലും ഒരിക്കൽ അവരുടെ പാപങ്ങളെ സാക്ഷ്യപ്പെടുത്തുമെന്ന്, വിളിച്ചു പറയുമെന്ന്. അന്ത്യവിധി നാളിനെക്കുറിച്ച് വീണ്ടും വീണ്ടും അവരോട് പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും എല്ലാം വിസ്മരിക്കപ്പെട്ടവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവർ അതിതീവ്രമായ ഞെട്ടലിലകപ്പെട്ടു. ഇവിടെ അള്ളാഹു ഇൻസാൻ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് പകരം നഫ്സ് എന്ന പദം പ്രയോഗിച്ചില്ല? കാരണം നസിയ എന്ന പദത്തിൽ നിന്നുമാണ് ഇൻസാൻ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. നസിയ എന്നാൽ മറക്കുക എന്നാണ് അർത്ഥം. അവർ മറന്നുപോയിരുന്നു ഇങ്ങനെ ഒരു ദിവസം സംഭവിക്കുമെന്ന്. ആളുകളെല്ലാം കൂട്ടം കൂട്ടമായി നിൽക്കുന്നുണ്ടെങ്കിലും ഓരോരുത്തരും തനിച്ചാണ് എന്നതാണ് യാഥാർത്ഥ്യം. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ആ ദിവസം അത് അതിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കുന്നതാണ്. സംഭവിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പാണ് ഈ ആയത്ത്. ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല എന്ന് കരുതപ്പെടുന്ന പല പ്രവൃത്തികളും വെളിവാക്കപ്പെടും എന്ന ഭീകരമായ യാഥാർത്ഥ്യം. ആണും പെണ്ണുമായ ഓരോ മനുഷ്യരും ഭൂമിക്ക് മീതെ വെച്ച് പ്രവർത്തിച്ചതിനെ പറ്റി അത് സാക്ഷി പറയുന്നു. ഇന്ന ദിവസം ഇന്ന സമയത്തിൽ ഇന്നത് ചെയ്തു എന്ന് വിളിച്ചു പറയുന്നു. ബി അന്ന റബ്ബക ഔഹാലഹ, നിന്റെ റബ്ബ് അതിന് ഉത്ബോധനം നൽകിയ കാരണത്താൽ. അള്ളാഹു പറയുന്നു, ഭൂമി അതിൻ്റെ എല്ലാ വാർത്തകളും പുറത്തുവിടുന്ന ദിനമാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ പ്രപഞ്ച സൃഷ്ടി മുതൽ തന്നെ വലിയൊരു ഉത്തരവാദിത്വം അതിന് നൽകപ്പെട്ടിരുന്നു. പ്രപഞ്ചത്തിലെ സൃഷ്ടികളുടെ സകല പ്രവർത്തനങ്ങൾക്കും സാക്ഷ്യം വഹിക്കുകയും അന്ത്യവിധി നാൾ വരെ ക്ഷമയോടെ അള്ളാഹുവിൻ്റെ അനുമതിക്കായി കാത്തു നിൽക്കുകയും ചെയ്യുക എന്ന്. അള്ളാഹുവിൻ്റെ ഉത്ബോധനത്താൽ ഭൂമി അതിൻ്റെ സകല വാർത്തകളും വിളിച്ചു പറയുകയാണ്. യൗമൈദിൻ യസ്ദുറുൻ നാസു അഷ്താതൻ ലിയുറൗ അഅ്മാലഹും, അന്നത്തെ ദിവസം തങ്ങളുടെ പ്രവർത്തന ഫലങ്ങൾ തങ്ങൾക്ക് കാട്ടിക്കൊടുക്കപ്പെടുവാനായി മനുഷ്യർ ഭിന്ന സംഘങ്ങളായി പുറപ്പെട്ടു വരുന്നതാണ്. ചില മുഖങ്ങൾ സന്തോഷത്താൽ തെളിച്ചമുള്ളതും ചില മുഖങ്ങൾ സന്താപത്താൽ ഇരുണ്ടതുമായിരിക്കും. ഓരോരുത്തരും അവരുടെ അവസ്ഥയെക്കുറിച്ച് തിരിച്ചറിവുണ്ടാവുന്ന ദിവസമാണത്. അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്തികളും നിഷേധിക്കാൻ കഴിയാത്ത വിധം വെളിവാക്കപ്പെടും. ഫമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ഖൈറൻ യറ, അപ്പോൾ ആ ഒരു അണുവിൻ്റെ തൂക്കം നന്മ ചെയ്തിരുന്നുവോ അവനത് കാണും. വമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ശർറൻ യറ, ആർ ഒരു അണുവിൻ്റെ തൂക്കം തിന്മ ചെയ്തിരുന്നുവോ അവനും അത് കാണും. വളരെ നിസ്സാരമെന്ന് കരുതപ്പെടുന്ന നന്മ തിന്മകൾ പോലും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതിനാൽ ചെയ്തു പോയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓരോരുത്തരും ആശങ്കപ്പെടുന്നു. വിശ്വാസികൾ തങ്ങളുടെ അമലുകൾ വർദ്ധിപ്പിക്കാമായിരുന്നു എന്നും അവിശ്വാസികൾ തങ്ങൾ എന്തുകൊണ്ട് വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ ആയില്ല എന്നും. ഇഹലോക ജീവിതത്തിൽ മനുഷ്യരേവരും തങ്ങളുടെ ചെയ്തികളിൽ സൂക്ഷ്മത പാലിക്കണമെന്നുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തൽ.